പ്രൈസ് ദി ലോർഡ്. ഗ്രീറ്റിംഗ്സ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തയേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ നമ്മളിങ്ങനെ കാണുകയാണ്. മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു, മോശയുടെ ജീവിതത്തിൽ വലിയൊരു നിയോഗത്തിന്റെ കോളിംഗിലേക്ക് അവൻ കയറി ചെല്ലുന്നതായ ദൈവവുമായിട്ടുള്ള അവന്റെ ജീവിതത്തിൽ ഒരു എൻകൗണ്ടറിനെ കുറിച്ചാണ് പുറപ്പാട് പുസ്തകത്തിൽ നാം വായിച്ചത്. മോശയുടെ ജീവിതത്തിൽ അവന്റെ മേൽ പകരപ്പെട്ട വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിന്റെ സമയമെടുത്തപ്പോൾ ദൈവവുമായിട്ട് അവനൊരു കൂട്ടിമുട്ടൽ സംഭവിക്കുകയാണ്. ദൈവരാജ്യത്തിന്റെ പ്രവൃത്തികൾക്ക് വേണ്ടി ഈ കാലഘട്ടത്തിലും ബന്ധസ്ഥരായി കിടക്കുന്ന, അടിമനുഖത്തിൽ കിടക്കുന്ന അനേകരെ പുറത്തെടുക്കുവാനായിട്ട് ഈ കാലഘട്ടത്തിലും ചില മോശമാരെ ദൈവം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ഹൃദയത്തെ മനസ്സിലാക്കുന്ന, ദൈവത്തിന്റെ ഇഷ്ടത്തെ മനസ്സിലാക്കുന്ന, സീസണുകളെ തിരിച്ചറിയുന്ന ചില മോശമാരെ ഈ കാലഘട്ടത്തിൽ ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. പലരും ബന്ധസ്ഥരായി കിടക്കുമ്പോൾ, പലരും അടിമനുഖത്തിൽ കിടക്കുമ്പോഴും അവരുടെ കൈകളിലും കാലുകളിലും മനുഷ്യന്റെ നോട്ടത്താൽ ചങ്ങലകൾ കാണുകയില്ലായിരിക്കാം. എന്നാൽ അവർ സ്പിരിച്വലി അടിമത്തത്തിലും സ്പിരിച്വലി ബന്ധസ്ഥരുമായിരിക്കുമ്പോൾ അവരെ വിടുവിക്കുവാനായിട്ട് ഈ നാളുകളിലും ചില മോശമാരെ ദൈവം തിരഞ്ഞെടുക്കുവാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിന്റെ മേൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്ക്, ചില എൻകൗണ്ടറുകളിലേക്ക് ഈ നാളുകളിൽ ദൈവം നമ്മളെ കൊണ്ടുപോകുന്നു. ദൈവവും നാമും മാത്രമായിട്ടുള്ള ചില സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പകരുവാനായിട്ട് ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുകയാണ്. ഈ പകലിലും ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന്റെ ശബ്ദത്തെ ശ്രവിക്കുന്ന, മോശെ മോശെ എന്ന് വിളിക്കുവേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഒരു ദൈവപുരുഷനായിരുന്നു മോശയെങ്കിൽ ഈ കാലഘട്ടത്തിലും ദൈവത്തിന്റെ അസൈൻമെന്റുകൾ, സ്വർഗത്തിൽ നിന്നുള്ള അസൈൻമെന്റുകളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാനായിട്ടുള്ള സമയം അടുത്തു വന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ മോശ ചെയ്തതിനേക്കാൾ അപ്പുറമായിട്ട് വലിയൊരു കൂട്ടത്തെ ദൈവരാജ്യത്തിൽ വിടുവിച്ചെടുക്കുവാൻ ദൈവം നിങ്ങളെ ശക്തമായി ഉപയോഗിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.